അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ലിസാന്റെ വരുന്ന വാർഷിക പരീക്ഷയ്ക്കുള്ള ഒരു മോഡൽ പേപ്പറാണ്. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത്. അതുകൊണ്ട് രക്ഷിതാക്കളും എന്താവുക നല്ലോണം ശ്രദ്ധിക്കുക. രണ്ടാം ക്ലാസ്സിന്റെ പേപ്പർ ആയതുകൊണ്ട് പുതിയ വർഷമാണ്, അപ്പോൾ ആദ്യമായിട്ടാണ് വാർഷിക പരീക്ഷ വരുന്നത്. മുൻ വർഷങ്ങളിലുള്ള വാർഷിക പരീക്ഷന്റെ പേപ്പർ പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഈ വർഷം വരാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള ഒരു മോഡൽ പേപ്പറാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത് സിൽ മുനാസിബ് അഥവാ യോജിച്ചത് തമ്മിൽ ചേർത്ത് കൊടുക്കാനാണ്. നമുക്ക് 4 ചിത്രം തരും, അതിനോട് യോജിച്ച പേരുകൾ അവിടെ ഉണ്ടാവും. അതിനോട് നേരെ നമ്മൾ എന്താവുക, വര വരച്ചു കൊടുക്കുക. ഫസ്റ്റത്തെ കോളത്തിൽ കാണുന്ന എന്താണ്, ബുർത്തുകാൽ അല്ലേ. ബുർത്തുകാൽ പറഞ്ഞ എന്താണ്, ഓറഞ്ച്. ഓറഞ്ചിന്റെ അറബി എന്താണ്, ബുർത്തുകാല്. അപ്പൊ നമ്മളതിൽ നോക്കിയാൽ കാണാം. അപ്പൊ ബുർത്തുകാലുമൊക്കെ എന്താവുക, വരച്ചു കൊടുക്കുക. രണ്ടാമത്തത് വത്തക്കയാണ്. വത്തക്കൊക്കെ എന്താ അറബി പറയാ, ബിത്തീഹത്തുൻ. ബിത്തീഹത്തയിലുണ്ടല്ലോ അല്ലേ, അപ്പൊ അതിക്ക് വരച്ചു കൊടുക്കുക. മൂന്നാമത്തത് ആപ്പിളാണ്. ആപ്പിളിന്റെ അറബി എന്താണ്, തുഫാഹത്തുൻ. നാലാമത്തത് എന്താണ്, കലമുൻ. കലം പറഞ്ഞ എന്താ, പേന. അപ്പൊ ചിത്രയിലുണ്ടല്ലോ അല്ലേ, ആ രൂപത്തില് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം എന്നുള്ളത്. അപ്പൊ നമ്മൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് കമ്മിരൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കുക. അഥവാ അൻത തിൽക ഫി അല, അതിനോട് യോജിച്ച ഏതാണോ അത് ആ ഭാഗത്ത് എഴുതി കൊടുക്കാണ് വേണ്ടത്. ഒരു പക്ഷെ ചിലപ്പോൾ എന്താവാം, ഹാദ, ഹാദിഹി, ദാലിക, തിൽക, ഈ രൂപത്തിലുള്ള പദങ്ങളും വരാം. അപ്പൊ ഒന്നാമത്തെ എന്താണ്, ഡാഷ് തോവിലത്തുൻ. തോവിലത്ത് പറഞ്ഞാൽ ആ മേശയാണെന്ന് നമുക്കറിയാം അല്ലേ. ആ ചിത്രത്തിൽ നോക്കി, മേശ ഉണ്ട്, മേശന്റെ മേലെ എന്തുണ്ട്, വത്തക്ക ഉണ്ട് അല്ലേ. അപ്പൊ മേശന്റെ മേലെയാണ്. മേൽ എന്നുള്ളതിന്റെ അറബി എന്താണ് നമ്മൾ പഠിച്ചിരിക്കണം, അൻതയാണോ അല്ല, തിൽക്കയാണോ അല്ല, പിന്നെ അല്ല. അപ്പൊ അല തോവിലെത്തി. രണ്ടാമത്തെ എന്താണ് ചിത്രം, ഒരു ബാഗാണല്ലേ. ബാഗിൽ എന്താ ഉള്ളത്, ബാഗിന്റെ ഉള്ളില് പുസ്തകം ഉണ്ട്. അപ്പൊ ബാഗിൽ ബുക്ക് ഉണ്ട് എന്നാണല്ലേ. അപ്പൊ ബാഗിൽ എന്നുള്ളതിന് ഏത് പദമാണ് കൊടുക്കേണ്ടത് നമ്മൾ പഠിച്ചിരിക്കണേ, അൻതയാണോ അല്ല, ഏതാണ്, ഫി, ഫിൽ അക്കീബത്തി. അടുത്ത ചിത്രം നോക്കി, ഒരു കുട്ടിന്റെ ചിത്രമാണല്ലേ, അതായത് ഇബിനുൻ, മകന്. അപ്പൊ അവിടെ തിൽക്കാന്ന് കൊടുക്കാൻ പറ്റുമോ, ഫിയോ അല്ലെ ഏതായാലും പറ്റൂല. തിൽക്കാന്ന് പറ്റുമോ, പറ്റൂല. കാരണം തിൽക്ക ആരപ്പേ വരുള്ളൂ, പെണ്ണുങ്ങളെപ്പല്ല തിൽക്ക വരിക. അവിടെ എല്ലാം ആരാണ്, ആണാണ്. അപ്പൊ എന്താ വരിക, അൻത. അപ്പൊ അൻത ഇബ്നുൻ. പിന്നെ ഉള്ളത് ഒരു പൂച്ചയുടെ ചിത്രമാണ്, അതായത് ഹിറത്തുൻ, പൂച്ച. ഹിറത്തുൻ എന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ, പെണ്ണല്ല ഹിറത്തുൻ എന്നുള്ളത്. താ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഹിറത്തുൻ എന്ന് പറഞ്ഞാല് പെൺപൂച്ചയാണ്. അപ്പൊ അതിനോട് ചോദിച്ചാൽ എന്താണ്, തിൽക്ക. തിൽക്ക ഹിറത്തുൻ. ഇനി നമ്മളെല്ലാരും എഴുതിയ ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കി. കണ്ടില്ലേ, അലത്തോവിലത്തി, ഫിൽ ഹക്കീബത്തി, അൻതൈബിനുൻ, തിൽക്ക ഹിറത്തുൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇനി മൂന്നാമത്തെ ഒരു രൂപം എന്നുള്ളത് സമ്മിൽ അഷ്യ അത്താലിയ, താഴെയുള്ള വസ്തുക്കളുടെ പേര് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ചിത്രം നോക്കുക, എന്താണ്, പപ്പായന്റെ ചിത്രമാണ് കാണുന്നല്ലേ. പടച്ചോനെ, പപ്പായ പാടത്തിലില്ലല്ലോ എന്ന് കരുതണ്ട. പപ്പായനെ കുറിച്ച് നമ്മുടെ തെദ്രീബാത്തില് പറയുന്നുണ്ട്. അപ്പൊ പപ്പായന്റെ അറബി എന്താണ്, ബബായ. പപ്പായക്ക് എന്താ അറബി പറയാ, ബബായ. രണ്ടാമത്തെ ചിത്രം എന്താണ്, സൈക്കിളാണ്. സൈക്കിളിന് എന്താ പറയാ, നമ്മൾ പഠിച്ചിരിക്കണം, എന്താണ്, ദറാജത്തുൻ. മൂന്നാമത്തെ ചിത്രം ഇപ്പൊ എന്താണ്, വെണ്ടയ്ക്കാണല്ലേ. വെണ്ടയ്ക്ക് എന്താ അറബി പറയാ, ബാമിയ. നാലാമത്തെ എന്താണ്, റോട്ടിൽ കൂടിയൊക്കെ പോണ ഒരു വണ്ടിയാണ്, കാറല്ലേ. അതിന്റെ അറബി എന്താണ്, നമ്മൾ കുറെ കണ്ടുക്കണല്ലോ കാറ്. അപ്പൊ അതിന്റെ അറബി എന്താണ്, നമ്മൾ പഠിച്ചും ചെയ്തുക്കണല്ലേ. എന്താണ് അറബി, സയ്യാറത്തുൻ. എന്താണ്, സയ്യാറത്തുൻ. അപ്പോ ഒന്നാമത്തെ ബബായ, രണ്ടാമത്തെ ദറാജത്തുൻ, ബാമിയ, നാലാമത്തെ സയ്യാറത്തുൻ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതായത് നാലാമത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അജ്ബ് അസ്ലത്തിൽ ആത്തിയ. ചോദ്യം തരും, എന്നിട്ട് അതിന്റെ ഉത്തരം നമ്മൾ എന്താവണം, എഴുതണം. അപ്പൊ നൽകിയിട്ടുള്ള ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ എഴുതുക. ഒന്നാമത്തെ ചിത്രം നോക്കി, കണ്ടില്ലേ, അതിന്റെ ചോദ്യം എന്താ, ഐനൽ ഇബിനു, കുട്ടി എവിടെയാണ്. ആ ചിത്രത്തേക്ക് നോക്കി, കുട്ടി എവിടെയാണ്, കുട്ടി എവിടെയാണ്, കുട്ടി സൈക്കിളുമ്മലാണ്. നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ. അപ്പൊ എന്താണ്, അൽ ഇബിനു അല ദറാജത്തി. ഉത്തരം എഴുതുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ചോദ്യത്തിന്റെ അവസാനത്തെ വാക്ക് എന്താണോ അതുകൊണ്ടാണ് ഉത്തരം തുടങ്ങുക. അപ്പൊ ഐനൽ ഇബിനു പറയുമ്പോ അൽ ഇബിനു അല ദറാജത്തി. രണ്ടാമത്തെ ചോദ്യം നോക്കി, മാ സാലിക്ക അല്ലെ, ഇതെന്താണ്. അപ്പൊ ദാലിക കൊണ്ട് ഉത്തരം എഴുതണം. ചിത്രത്തിൽ എന്താ കാണുന്നേ, സൂമല്ലേ. അപ്പൊ ദാലിക സൂമുൻ. അടുത്ത ചോദ്യം എന്താണ്, മൻഹാദ, ഇതാരാണ്. ചോദ്യത്തിന്റെ അവസാനം എന്താണ്, ഹാദ എന്നാണ്. അപ്പൊ ഉത്തരം അതുകൊണ്ട് എഴുതണം, ഹാദ
ഇബിനുൻ ഇത് മകനാണ്. അപ്പൊ നോക്കി ഇനി നമ്മളെ എഴുതിയ ഉത്തരൊക്കെ ശരിയല്ലേ? ഐനൽ ലിബിനു അൽ ലിബിനു അല ദർറാജത്തി മാ ദാലിക സൂമുൻ മൻ ഹാദാ ഹാദാ ഇബ്നുൻ. ഇനി അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ലിസാനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. നസിലുൽ അഅദാദ് എണ്ണങ്ങൾ തമ്മിൽ എന്താവുക ചേർക്കുക. നമ്മൾ പഠിച്ചതല്ലേ 1 മുതൽ 10 വരെ നമ്മൾ പഠിച്ചില്ല അറബിയിൽ എണ്ണാനെ. വാഹിദ് ഇസ്നാനി പറഞ്ഞിട്ട് അഷറ വരെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നൽകപ്പെട്ടത് നോക്കി ഫസ്റ്റ് എന്താ എടുത്തിക്കണ സലാസത്തുൻ. സലാസ പറഞ്ഞ എത്രയാണ്? വാഹിദ് ഇസ്നാനി സലാസ. അപ്പൊ എത്രയാണ്? 3. പുറത്തെ കോളത്തിൽ നോക്കി കിളികളാണ് 3 ഉള്ളത് അല്ലെ? അപ്പൊ അതിലേക്ക് എന്താവുക ചേർത്തി വരച്ചു കൊടുക്കുക. രണ്ടാമത്തത് ഹംസത്തുൻ 5 ഉള്ള ഏതാണ്? ആപ്പിളാണല്ലേ? അപ്പൊ അതിലേക്ക് വരച്ചു കൊടുക്കുക. അതുപോലെ ഇസ്നാനി 2 ഉള്ള ഏതാണ്? മൊയല്. നാലാമത്തത് സബഅത്തുൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ഉള്ള ഏതാണ്? മീന്. അപ്പൊ മീനിലേക്ക് വരച്ചു കൊടുക്കുക. ഈ രൂപത്തിൽ എന്താവാം ക്വസ്റ്റ്യൻ വരാം. ഇനി നമ്മൾ എഴുതിയ ആൻസർ ഒക്കെ ശരിയാണോ നോക്കട്ടോ. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നസ്അലു മിനൽ ആതിയ. അപ്പൊ ഉത്തരം തരും, നമ്മൾ എന്താവണം? ചോദ്യം ഉണ്ടാക്കണം. നേരെ തിരിച്ചു തന്നു, ചോദ്യം തന്നുകാണ്ട് ഉത്തരം എഴുതാനേ. അതേമാതിരി ഇനി ഉത്തരം തരും, എന്നിട്ട് നമ്മള് ചോദ്യം ഉണ്ടാക്കണം. അവിടെ കൊടുത്ത ഉത്തരം നോക്കിയാൽ ഹമാമത്തു അലൽ ജിദാരി, പ്രാവ് ജിദാരിന്റെ മുകളിലാണ്. അപ്പൊ ചോദ്യം എന്താ വരിക? ഐനൽ ഹമാമത്തു, പ്രാവ് എവിടെ? പ്രാവ് എവിടെ എന്നുള്ളതിന് എന്താ പറയാ? എവിടെ എന്നുള്ളതിന് ഐന, പിന്നെ ഹമാമത്ത് അതിലുണ്ട് അല്ലെ? ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് വരുന്നതേക്കാൾ ഉത്തരത്തിന്റെ ഫസ്റ്റ് വരിക എന്ന് പറഞ്ഞില്ലേ? ഐനൽ ഹമാമത്തു. രണ്ടാമത്തെ ചിത്രം നോക്കി, ഹാദാ ഉസ്താദി, ഹാദാ ഉസ്താദി അല്ലെ? ഇത് എന്റെ ഉസ്താദാണെന്നാണ് ഉത്തരം. അപ്പൊ ചോദ്യം എന്താ വരിക? മാ ഹാദാന്ന് ചോദിക്കോ? ഇതെന്താണെന്ന് ചോദിച്ചാൻ പറ്റുമോ? പറ്റൂല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോൾ, അഥവാ ആണാവട്ടെ പെണ്ണാവട്ടെ, ഇവരെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അവിടെ ചോദ്യം വരുമ്പോൾ മാന്ന് വരില്ല, മന്നാട്ട് വരിക. അത് മനസ്സിലാക്കിയാൽ മതി ട്ടോ. അപ്പൊ മൻ ഹാദ, ഇതാരാണ്? ഹാദ ഉസ്താദി, ഇതെന്റെ ഉസ്താദാണ്. അപ്പൊ അടുത്തത് നോക്കി, തിൽക്ക ബിന്തുൻ എന്നാണ്, ഇത് പെൺകുട്ടിയാണ് എന്നാണല്ലേ? പെൺകുട്ടി മനുഷ്യനല്ലേ? ആണ്. അപ്പൊ മാ വരുവോ? വരില്ല. അപ്പൊ എന്താ വരിക? മന്ന്. പിന്നെന്താ വരിക? മൻ തിൽക്ക, ഇതാരാണ്? അപ്പൊ എന്താ പറയാ? തിൽക്ക ബിന്തുൻ. പിന്നെ അടുത്ത ചോദ്യം നോക്കി, മാ ദാലിക അല്ലെ? ദാലിക ദീകുൻ. ആ രൂപത്തിലാണ് എന്താവേണ്ടത്? എഴുതേണ്ടത്. ഇനി വല്ല ജീവികളുടെ ഫോട്ടോ തന്നിട്ടാണ് ക്വസ്റ്റ്യന് എഴുതാൻ പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ, ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മള് മാ കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ മന്നെ കൊണ്ടാണ്. പിന്നെ എവിടെ എന്നുള്ളതിനാണെങ്കിൽ അയിന രൂപത്തിലാണൊക്കെ മനസ്സിലാക്കുക. ആ പുസ്തകത്തിലെ എല്ലാ തദ്രീപാത്തുകളും നല്ല രീതിക്ക് പഠിക്കുക. നമ്മൾ എഴുതിയ ഉത്തരമൊക്കെ ശരിയാണോ നോക്കട്ടോ. അയിനൽ ഹമാമത്തു അലൽ ജിദാരി മൻ ഹാദാ ഹാദാ ഉസ്താദി മൻ തിൽക്ക ബിന്തുൻ മാ ദാലിക ദീകുൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും ഈ വർഷത്തെ എക്സാമിന് വരും. തഅരിഫ് ബിനഫ്സിക, നമ്മളെന്താ സ്വയം പരിചയപ്പെടുത്താൻ പറയാണ് നമ്മളോട്. പുസ്തകത്തില് ജാസിമോനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, ആ രൂപത്തിൽ നമ്മളോട് നമ്മളെ സ്വയം പരിചയപ്പെടുത്താൻ പറയാണ്. ഇസ്മി, എന്റെ പേര്. എന്താണ് പേര്? പുസ്തകത്തിൽ ജാസിമാണ്, അത് എഴുതി വെക്കാൻ പറ്റൂല. അപ്പൊ പുസ്തകത്തെ എഴുതാൻ വന്ന അതാണ് എഴുതേണ്ടത്. ഇവിടെ സ്വയം പരിചയപ്പെടുത്താനാ പറഞ്ഞേക്കണത്. അപ്പൊ നമ്മളെ പേരാണ് എഴുതേണ്ടത്. ബാസിമ ആണെങ്കിൽ ബാസിമ എന്ന് എഴുതുക, ഫാത്തിമ എന്നാണെങ്കിൽ ഫാത്തിമ എന്ന് എഴുതുക, ഹന്ന എന്നാണെങ്കിൽ ഹന്ന എന്ന് എഴുതുക, ഷുക്കൂർ എന്നാണെങ്കിൽ ഷുക്കൂർ എന്ന് എഴുതുക. എന്താണോ നമ്മളെ പേര് അതാണ് എഴുതേണ്ടത്. രണ്ടാമത്തെ നോക്കി, അദുർസു, ഞാൻ പഠിക്കുന്നു. ഫി, എത്രാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കണം? നമ്മൾ എത്രാം ക്ലാസ് കുട്ടികളാണ്? 2ാം ക്ലാസ്സിലെ. അപ്പോ ഫിസൊഫിസാനി, എല്ലാവരും അത് തന്നെ എഴുതണ്ട കേട്ടോ, അതിൽ മാറ്റം ഉണ്ടാവൂല കേട്ടോ. ഫി ബൈത്തി, എന്റെ വീട്ടിലുണ്ട്. എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്. അപ്പോ അബി വ ഉമ്മി, ഉമ്മയും ഉപ്പയും ഉണ്ട് എന്നുള്ളത് എഴുതുക. പിന്നെ നാലാമത്തെ ഹാദിഹി, പുസ്തകത്തിലുണ്ടല്ലേ പൂരിപ്പിക്കാന്. ഹാദ ഹാദിഹി എന്നിട്ട് ആരൊക്കെ പേരാണ് അവിടെ ഉള്ളത്? ഹാദ എന്നാണെങ്കിൽ അഹീനും, ഹാദി എന്നാണെങ്കിൽ ഉഖ്തി എന്നുമാണ് എന്താവുക പൂരിപ്പിക്കാന് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും നല്ല റെഡിക്ക് പഠിക്കുക. എല്ലാ പാഠങ്ങളും പഠിക്കണം. 1ാം പാഠം മനദാരിസിൻ മുതൽ പഠിക്കുക. എല്ലാ പാഠത്തിലെ വർക്കുകളും നല്ലേക്കിന് പഠിക്കുക. നമ്മളെ തദ്രീബാത്ത് ഉണ്ടല്ലോ, അതിന്നാണ് കൂടുതൽ എന്താവുക ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതിൽ പറയപ്പെട്ട രൂപത്തിലേ ചോദിക്കുള്ളൂ. അപ്പൊ നല്ലോണം പഠിക്കുക. നമ്മളെ ഇതൊക്കെ ശരിയാണോ നോക്കി. ഇസ്മി ബാസിമുൻ അദ്രസു ഫിസാനി ഫി ബൈത്തി അബി വ ഉമ്മി ഹാദിഹി ഉഖ്തി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. അള്ളാഹു എല്ലാവർക്കും അർഹമായ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാഹ്. ഇതുപോലെ തന്നെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ മോഡൽ പേപ്പറുകളുമായിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും.